ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ജന്നാസ് വേൾഡിൽ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം വരുന്നതാണ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമേ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സുഖവിവരങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ചെറുതായി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കാണ് ഇവിടുന്ന് കാസർഗോഡ് നിന്ന് വിട്ടത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ട്രിപ്പ് പോകണമെന്ന്. ജോലിയും തിരക്കും കാരണമൊന്നും പോകാൻ പറ്റിയില്ല. ചെറിയൊരു ഒഴിവ് കിട്ടി വിട്ട് ഞങ്ങൾ. അപ്പോൾ 2 ഫാമിലിയായിട്ടാണ് പോയത്. ഞാനും വൈഫും, വൈഫിൻ്റെ സഹോദരി ഭർത്താവും, പിന്നെ ഞങ്ങളുടെ ജന്ന മോൾ. വെളുപ്പിന് 4 മണിക്ക് വിട്ട് പയ്യന്നൂർ എത്തുമ്പോഴാണ് സുബൈ നിസ്കാരത്തിന് സമയമായി. അവിടെ സുബൈ നിസ്കരിച്ച് പിന്നെ വെച്ച് പിടിച്ച് വയനാടിൻ്റെ അതിർത്തി കഴിഞ്ഞ് ഒരു നല്ല മലമുകൾ പ്രദേശത്താണ് ഞങ്ങൾ രണ്ടാമത് വണ്ടി നിർത്തിയത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തമ്പനയിൽ ജസ്റ്റ് കാണുമ്പോൾ ഒരു സത്താർ ഫാമിലി റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ, അതിൻ്റെ ടെസ്റ്റ് ലാസ്റ്റാണ്. ഓക്കെ, അത് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ അറിവിൽ ഞാൻ പറയാം. പിന്നെ തീർച്ചയായും വേണ്ട റൂമും കാര്യങ്ങളൊക്കെ മുമ്പത്തെ ദിവസം സെറ്റായി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതിൽ ഞങ്ങൾ നല്ല ബെറ്ററായി തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടിയില്ല. ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ ഞങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് വിട്ടത്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രി ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടൊന്നും ഇല്ല. അങ്ങനെയാണ് വയനാടിയം റിസോർട്ട് ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ചീപ്പ് റേറ്റായിട്ട് നല്ല ബെസ്റ്റ് റൂമായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കാം എല്ലാവരും. നല്ല ഒരു റൂമാണ്, ചീപ്പ് റേറ്റാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ അതിൻ്റെ വയനാട് റിസോർട്ട് ഹോട്ടൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്പർ തരാം. ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. അതായത് ഈ ട്രാവൽ ബ്ലോഗിൽ റൂമും കാര്യങ്ങളും നിങ്ങളെ കുറച്ച് സ്ഥലത്ത് കാണിക്കാം ഹെൽപ്പ്. അവരൊക്കെ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ കോൺടാക്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ കൊടുത്ത നമ്പർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. വയനാട് വന്നാൽ വയനാടിനെ കുറിച്ച് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. വയനാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ടൈമൊന്നും ഉണ്ടായില്ല. പറ്റുന്ന കണ്ടിട്ടുണ്ട്. അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മലമ്പ്രദേശത്താണ്. നിങ്ങളിപ്പോൾ ഹെയർ പിന്ന് കയറുമ്പോഴാണ് നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2ാമത്തെ സ്റ്റോപ്പാണ്. ആ താഴോട്ടുള്ള റോഡ് കാണുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് പ്രത്യേക കാറ്റുണ്ട്. അതാണ് ഇതിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ഒരു പ്രത്യേക കാറ്റ് പെട്ടെന്ന് വരുന്നൊരു ഭയങ്കര തണുത്ത കാറ്റാണ്. പിന്നെ ഈ മലമുകളിലും കാണാൻ വളരെ രസമാണ്. നല്ല വ്യൂ ആണ്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര നേരെ. ഇപ്പോൾ മാപ്പ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മൾ താമസിക്കാൻ വന്ന വയനാടിയൻ റിസോർട്ട് ഹോട്ടലിലേക്കാണ്. അവിടെ നിന്ന് ഫ്രഷായി പിന്നെ പോകാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, മുമ്പൊക്കെ രാത്രി ഒരു ടൂർ പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ കറങ്ങായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം 5 മണിയാകുമ്പോൾ സ്റ്റോപ്പ്. ഓരോന്ന് 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ 6 മണി, അങ്ങനെയൊക്കെയാണ് സംഭവം.
അതിനുശേഷം റൂമിലിരിക്കേണ്ടി വരും. ഹെയർ പിന്ന് കയറുന്നതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല, പാറിൻ്റെ മുകളിലായി ഒരു വെള്ളം ഒഴുകി വരുന്നു. നല്ല രസമായി തോന്നി, അങ്ങനെ സൈഡായി ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു. ജന്നാസ് വന്നിട്ടുണ്ട്, എല്ലാവർക്കായിരുന്നു. ജന്നാസിന് വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ജന്ന മോൾക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ പോയാൽ തിരിച്ച് വരാറില്ല, കരയുന്ന അവിടെ നിന്ന് തിരിച്ച് വരുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ്, ഒരു പ്രത്യേക കാലാവസ്ഥ. നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് പോലത്തെ ഒന്നല്ല. അത് കഴിഞ്ഞ് ഹെയർ പിൻ 1 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. വയനാട് നിന്ന് മൊത്തം ചുരാൻ തോന്നുന്നു, മൊത്തം കേണാണ്. കാലാവസ്ഥ നല്ല കാലാവസ്ഥ. ബാക്കിയൊക്കെ ജില്ല ഏകദേശം എല്ലാ ജില്ലയിലും ഇല്ല, കവറാന്നല്ലേ നമുക്ക് ഇറങ്ങാൻ. പക്ഷെ വയനാട് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല അടിപൊളി സ്ഥലമാണ് വയനാട്. അതും കഴിഞ്ഞ് ഇനി നേരെ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാം സെറ്റ് ചെയ്ത് പോവാം. എവിടെ പോകുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് പോവാം. നല്ല ടീ എസ്റ്റേറ്റ് കാണുന്നുണ്ട്, നല്ല രസമാണ് ടീ എസ്റ്റേറ്റ് കാണാൻ. ഒരുപാട് വ്ളോഗിലും മറ്റെല്ലാം കണ്ടല്ലാതെ നേരിട്ട് കണ്ടില്ല. ഒപ്പയുള്ള ഒരാഗ്രഹം ടീ എസ്റ്റേറ്റിലൊന്ന് പോകണം. പക്ഷെ ഇപ്പോൾ ടീ എസ്റ്റേറ്റിലൊക്കെ ഒന്നും അകത്ത് പ്രവേശനമൊന്നുമില്ല, സൈഡിൽ നിന്ന് കർശനമാക്കിയുണ്ട് ഈ കോവിഡ് കാരണം. എല്ലാ ടീ എസ്റ്റേറ്റിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ടീ പാക്കറ്റായിട്ട് വിൽക്കുന്നുണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ, വലിയ റേറ്റൊന്നുമില്ല. നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കിട്ടി ഞങ്ങൾ. ഇത് നല്ലൊരു സ്ഥലമാണ് ടീ എസ്റ്റേറ്റിന്. അങ്ങനെയാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അകത്തേക്കൊന്നും പ്രവേശനമില്ല ഇപ്പോൾ കൊറോണ കാരണം. നല്ല നാച്ചുറലാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ജന്നാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മേലെ നിന്ന് കൂടെയുള്ളത് എൻ്റെ വൈഫിൻ്റെ സഹോദരി ഭർത്താവാണ്. എല്ലാവരോടും പറയാം, തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഒരുപാട് പേര് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. 6 ലക്ഷം കഴിഞ്ഞ് ഞങ്ങൾ വിടുക. ഒരുപാട് ടീ എസ്റ്റേറ്റാണ് ഇത്. അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടായിട്ട് കോഫി, തേയില അങ്ങനെയൊക്കെ കാണാറുണ്ട്. എല്ലാ ഇതുണ്ടെന്നൊന്നും അങ്ങനെ ഞങ്ങളെ പോയിന്റിലെത്തി. ഇതാണ് വയനാടിയൻ റിസോർട്ട് ഹോട്ടൽ. നല്ല ഹൈവേൻ്റെ സൈഡാണ്. നല്ല ഇഷ്ടപ്പെടും. ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോയി വരാം. അകത്തായിട്ടൊന്നുമല്ല,
നല്ല ഹൈവൻ്റെ സൈഡാണ് വയനാട് റിസോർട്ട് ഹോട്ടൽ. ഞാൻ പറഞ്ഞ സത്താർ ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് തീർച്ചയായും പിന്നീട് പറയാം. അത് വരാണ്ട് അതിലൊരു സംഭവം കഥയുണ്ട്. ഓക്കെ, ഞങ്ങളെ റൂമാണ്. ഓക്കെ, തുറന്ന ഉടനെ റൈറ്റ് സൈഡായിട്ട് ബാത്റൂം, നല്ലൊരു കബോർഡും കാര്യങ്ങളുണ്ട്, നല്ല സ്റ്റോറേജ് ചെയ്യാം. നല്ല ബാൽക്കണി നൈറ്റ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരു ദിവസം രാത്രി വിളിച്ചാണ്. അപ്പോൾ റിസോർട്ടിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട് റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളാണ്. ശനിയാഴ്ച ഞായറാഴ്ച ഒരു ഒഴിവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ വേറൊരാൾ എനിക്ക് കോണ്ടാക്ട് നമ്പർ തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ റിസോർട്ട് ഹോട്ടലുണ്ട്, ഹോട്ടൽ നോക്കട്ടെ കിട്ടുമെന്ന്, ഞങ്ങൾക്ക് നല്ല ചെറിയ റേറ്റാക്കി തരാം, തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് റിസോർട്ട് ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരുന്ന അയാൾ. അയാൾ രാത്രി തന്നെ സെറ്റ് ചെയ്ത്, രാത്രി 10-12 മണിയായി എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് രാവിലെ പുറപ്പെട്ട് അവർ ഓക്കെ ആക്കി വെച്ചിരുന്നു. നല്ല ബാൽക്കണി ആയിട്ട് തന്നെ തരാമെന്ന് പറഞ്ഞ് റൂം. അങ്ങനെ അതന്നെ തന്നു. നല്ല അടിപൊളി വ്യൂ ആണ്. സെക്കൻഡ് ഫ്ലോറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് നല്ല ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരുന്ന വഴിയിൽ തന്നെ ഹോട്ടലിൽ നിർത്തി കഴിച്ചിരുന്നു. ഇനി നേരെ പോകാമെന്ന് വിചാരിച്ചത്, നേരെ പോകാൻ ഉദ്ദേശിച്ചുള്ളത് ഇവിടുന്ന് റിസോർട്ടുകളിൽ എടക്കൽ കാക്സാണ് ഇത് കാണുന്നത്. അതായത് എടക്കൽ ഗുഹ. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് 2-ാം നമ്പർ പാർക്കിങ്ങിന് ഒരുപാട് നമ്പറുണ്ട്. അപ്പോൾ 2-ാം നമ്പറാണ്. അപ്പോൾ എടക്കൽ ഗുഹ കാണാൻ വിചാരിക്കുന്നു. ഇവിടുന്ന് ഒരുപാട് പോകാണ്ട്, 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ നടക്കാണ്ട്. അതിന് ശേഷമാണ് ഗുഹ കയറാനുള്ളത്. ഞങ്ങൾ വിചാരിച്ച് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കഴിഞ്ഞ്. പക്ഷേ ഒരുപാട് സൈഡ് ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. പൈനാപ്പിൾ, ഉപ്പിലിട്ട പൈനാപ്പിൾ, മാംഗോ, നെല്ലിക്ക, നല്ല അടിപൊളിയുണ്ട്. ഒരുപാട് മങ്കീസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറുതായിട്ട് കഴിക്കാൻ പോലും പറ്റുന്നില്ല, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ നല്ല രസമുണ്ട്. ഇതിൽ നല്ല കാറ്റാണ്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. ജന്നാസിന് നടക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് പേര് കണ്ട് തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ തന്നെ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇതന്നെ കാണാനുള്ളത്. പക്ഷെ അതല്ല, അതിൽ കഥ വേറെയുണ്ട്. നല്ല ആൾക്കാരുണ്ട്. ഏകദേശം 5:30 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ചിലവിട്ട് ഒരു ദിവസം 2 ദിവസമെങ്കിലും വയനാട് തങ്ങേണ്ടി വരും. എന്നാൽ ഏകദേശം കവർ ചെയ്യാൻ തോന്നുന്നു. വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ. ഒരുപാട് മങ്കീസ് ഉണ്ട്. ഈ യാത്രക്കാർ കഴിക്കുന്ന കുറച്ചൊക്കെ കഴിച്ച് അവർ ജീവിച്ചു പോകുന്നു. എന്തെങ്കിലും കാട്ടിയാലേ അവർ വരുള്ളൂ. അപ്പോൾ കുറേ കൂടുതലൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെറിയ പ്ലാനിലുണ്ട് ഇന്ന് ഇത് കാണാമെന്ന്. അപ്പോൾ അവിടുന്ന് ഹോട്ടൽ റിസപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോയാൽ ഇത് 2-3 കവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ
2 കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. 2 സ്ഥലങ്ങൾ. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഗ്ലാസ് ബ്രിഡ്ജില്ലേ വയനാട് തെന്നൂറാമല മേപ്പടി, ഒരു ഓഫ് റോഡാണ് മൊത്തം. വണ്ടി കാറും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. അതും കവറാക്കാൻ പറ്റി ഞങ്ങൾക്ക്. കോഫി പൗഡറും കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനൽ സൈഡൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. കോഫി പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ പറ്റി. അത് നിങ്ങൾക്കും ഷെയർ ചെയ്തു. കണ്ടവരുണ്ടാവും, എന്നാലും ഞങ്ങളെ രീതിയിൽ ഞങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണണം. ഓക്കെ, എല്ലാവരും യാത്ര ചെയ്യുക, റിലാക്സ് ആവുക. ആൾക്കാരെ നോക്കി ഇങ്ങനെയൊക്കെയാണ്. മൊത്തം കുരങ്ങുകളുടെ താവളം. ഒരുപാട് പേരുണ്ട് സൈഡ് കച്ചവടം ചെയ്യുന്നവർ. നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുഞ്ഞിന് അമ്മയും കുഞ്ഞും. ഇനിയും ഒരുപാട് മുകളിലോട്ട് കയറാനുണ്ട്. എല്ലാവർക്കും മടുത്തു തോന്നുന്നു. ഇവിടെയാണ് പോയിന്റ്. ഇവിടെ നിന്നാണ് മേലെ കയറാനുള്ളത്. ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പൈസ ഉണ്ടോ ടിക്കറ്റിനൊക്കെ. കുഞ്ഞുങ്ങളെ കൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ജനലും പിടിച്ച് അവിടെ ഇരുന്നു. അവർ 3 പേരും വൈഫിൻ്റെ അടുത്തേക്കും ഒരാസും പോയി വന്നു. പിന്നെ ഞാൻ കയറി. ഒന്നൊന്നര ഗുഹയാണ്, എടക്കൽ ഗുഹ. കയറുന്നത് മൊത്തം ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. ഇടയ്ക്ക് പാറും കാര്യങ്ങളും. കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പൊന്നുമില്ല. ഒരു നല്ല എന്താ പറയുക, ഒരു സാഹസികമായി കയറണം. ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങളാണ് ഇതൊക്കെ. പാറ ഇങ്ങനെ നിൽക്കുന്നതും സുബ്ഹാനല്ലാഹ്. ഇനി മേലോട്ട് കയറാനുണ്ട്. ഹൈ റേഞ്ച്. ഇവിടെയൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. പാറിൻ്റെ ഇടയിൽ ചവിട്ടിക്കയറുന്നു. ഇരുന്ന് അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തെന്നൂറാമല ഗ്ലാസ് ബ്രിഡ്ജല്ലേ മേപ്പടി. ഒരുപാട് റിസോർട്ടും കാര്യങ്ങളുള്ള സ്ഥലമാണത്. ആ റിസോർട്ടിലേക്ക് പോകുമ്പോൾ മൊത്തം ഇതാണ്, ഓഫ് റോഡാണ്. വണ്ടി ജീപ്പ് വരും, എടുത്ത് പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജീപ്പിനെ പരിചയപ്പെടുത്തിയ
എല്ലാവരും അവിടെ ഒരു 8 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നാണ് ജീപ്പ് കാറൊക്കെ വെച്ച് ജീപ്പിൽ കയറി പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാൾ ഒരുപാട് മുമ്പ് തന്നെ ഇക്കാനെ കിട്ടി. ഇക്കാൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഇക്കാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, നല്ലൊരു ഇക്കയാണ്. ഷിഹാബ് എന്നാണ് പേര്. ജന്ന ഉറങ്ങുന്നുണ്ട് ജീപ്പിൽ. ഇവിടെ ചെറിയ അത്ര ഓഫല്ല, എന്നാലും ഞങ്ങൾ കുറച്ച് മുമ്പേ ഇക്ക സെറ്റാക്കുന്നു. ഇക്ക കുറച്ച് മുമ്പേ സ്റ്റാൻഡുണ്ടായിരുന്നു. ഇക്ക തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് ഈ മേപ്പടി പോകുന്നത് എങ്ങനെ. അപ്പോൾ 6 മണി വരെ ഉള്ളു അവിടെ. പിന്നെ 200 രൂപയാണ് ടിക്കറ്റ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പോയാൽ കിട്ടുമോ ചോദിച്ചു. ഞങ്ങൾ ഏകദേശം 5 മണി ആയിന്. കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കാന്ന് പറഞ്ഞു. നല്ല ഇക്കാണ്. ഞങ്ങൾ പരിചയപ്പെട്ടവർ നല്ല സംസാരവും നല്ല പെരുമാറ്റമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തുന്ന സീനൊന്നും കാണിക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഓഫ് റോഡ് മാത്രമല്ല, അമ്മമ്മര കാറ്റാണ് മുകളിലേക്ക് ഇങ്ങനെ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല, അതൊന്ന് പോയി കാണണം. ഒരു നല്ല എക്സസൈസാണിത് ഈ കാണുന്നത്. ആദ്യം ഒരു ചെയിനിൽ ഇങ്ങനെ നടന്ന് പോവാം. എനിക്ക് എത്ര കഴിഞ്ഞാൽ ഇത് ഈ പടി വെച്ചിട്ടുണ്ട്. ഇതില്ല ഞാൻ നിന്നിട്ടുള്ളത്, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അവസാനം ഞാൻ വിജയിച്ചില്ല. ഷിയാബൊക്കെ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ മുകളിൽ കുറേ പേര് കയറിയിട്ടുണ്ട്. അവർ ഇറങ്ങാതെ പറ്റില്ല എന്ന് പറയുന്നു. 1 മണിക്കൂർ എടുക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ ശരിയാക്കി തരാമെന്ന് ഷിയാബൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഷിയാബുഖാനൊന്ന് കോൺടാക്ട് ചെയ്തു. നല്ല ഉപകാരമാണ്, നല്ല പെരുമാറ്റമാണ്. അപ്പോൾ 1500 ഞങ്ങളോട് ജീപ്പിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് കുറക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പാർക്കിങ് കാറ് വെക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലൊരു സ്ഥലമുണ്ട്, പള്ളീൻ്റെ സ്ഥലമാണ്. ആ പള്ളീൻ്റെ സ്ഥലത്തിന് ചെറിയൊരു ചാർജ് അത് അവർ കൊടുത്തോളും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പിന്നെ കൂടിപ്പോയി കുറച്ച് കുറക്കണം അങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ അവിടെ എത്തിയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നാൽ മതി. എന്നിട്ടൊരു സംഭവമുണ്ട്. അവസാനം ഞാൻ ഇങ്ങനെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നോക്കട്ടെ, ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. അതായത് ആദ്യം ഒരു പോർഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സെക്ഷനുണ്ട്. അതും വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലാസ്റ്റ് സെക്ഷനാണ്. ഇതിൽ കുറച്ച് ടഫുണ്ട്, പക്ഷേ ഞാൻ കവർ ചെയ്തു. ഇതൊക്കെ താഴെ കളിക്കാൻ വേണ്ടി ജസ്റ്റ് റിലാക്സും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുകളിലാണ് ഹട്ടും ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഏറ്റവും മുകളിലാണ്, അത്ര മുകളിലെ അത്ര മുകളിലാണ്. ഇത് വരുമ്പോൾ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും, വൈത്തിരി റിസോർട്ട് ഒരുപാട്. ഇവിടെ മോഹൻലാലിൻ്റെ ഒക്കെ റിസോർട്ടൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത്. അതോടെ ഞാൻ വിചാരിച്ചു റിസോർട്ട് ആണെങ്കിൽ പറഞ്ഞു നമുക്കൊന്നും ബാച്ചിലറായിട്ട് വരുന്ന പ്രശ്നമില്ല. ഇത് ഒരുപാട് അകത്താണ്. എപ്പോഴാണ് ഞാൻ ഈ ഹൈവേ എന്നൊക്കെ ഒരുപാട് ഉള്ളിൽ പോകാനുണ്ട്. ഫുള്ള് ഓഫ് റോഡാണ്. ഇതിങ്ങനെയാണ് റോഡ്. കുറച്ച് ആദ്യമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ല, പിന്നെ അവസാനത്താകുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരുപാട് കിളികളും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഷിയാബൊക്കെ ഒപ്പിച്ച് വന്ന് എൻ്റെ ഓണറായി സംസാരിച്ച് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അന്നിപ്പോൾ മൊത്തം കണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷിയാബ്ഖാനെ മറക്കല്ലേ നിങ്ങൾ. ഷിയാബ്ഖാനെ നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വയനാട് എവിടെ പോകണമെങ്കിലും എവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം, വിളിച്ചാൽ മതി. ഓഫ് റോഡിൽ മൊത്തം. അങ്ങനെ തിരിച്ച് വരുമ്പോൾ അവിടെ ജീപ്പിൽ കയറിയിട്ട് തന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്തു. ഞാൻ പറഞ്ഞു അതന്നെ കൊടുത്തു. ഞാൻ വിചാരിച്ചു 2000 കൊടുക്കണമെന്ന്. എന്നാലും ഞാൻ അത്ര കഷ്ടമുണ്ട് ഒന്ന് ഇവിടെ എത്തപ്പെടാൻ വേണ്ടിയിട്ട്. അത് സമ്മതിക്കണം. ആ ജീപ്പ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമ്മതിക്കണം. ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന കണ്ടാൽ മതി. തീർച്ചയായും ഈ ഓഫ് റോഡ് തന്നെ ഒന്ന് കാണേണ്ടതാണ്. ഗ്ലാസ് ബ്രിഡ്ജിനേക്കാളും എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഓഫ് റോഡാണ് കണ്ടത്. വണ്ടർഫുൾ. റിലാക്സ് ഹിയർ. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നുണ്ട്. നല്ല വ്യൂ ആണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫോട്ടോസൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല പറ്റിയ സ്ഥലമാണ്. കുറച്ച് പേര് പോയിട്ടുണ്ട്. ആദ്യം കുറച്ച് പേര് ഫ്രണ്ടിലേക്ക് വിടും, പിന്നെ കുറച്ച് പേര് അങ്ങനെയൊക്കെയാണ് വിടുന്നത്. ചെറിയൊരു ഹട്ട് പോലെ ആയിട്ടുണ്ട് സ്ഥലമാണ്. ഇവിടെ നല്ല വ്യൂ ആണ്. അതിൻ്റെ അപ്പുറത്താണ് ഗ്ലാസ് ബ്രിഡ്ജ്.
ഇട്ടിട്ടുണ്ട് ഹൈറ്റായിട്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ ആദ്യത്തെ എൻഡിലേക്ക് കുറച്ച് പേര് പോകും വിടും, പിന്നെ അവർ തിരിച്ചു വന്ന ശേഷം ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പുറത്തെ ഏറ്റവും വലിയ മല കാണുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങി, അത്ര കാണാൻ പറ്റില്ല. ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ്. വലിയ ബ്രിഡ്ജൊന്നുമല്ല, നല്ല വ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല പ്ലീസ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ജന്നാസിന് പേടിയില്ല, ജന്നാസ് ഇങ്ങനെ നടന്നു പോകുന്നു. ഇവിടെ വാച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ ഒരാളെ കടത്തി വിടാൻ വേണ്ടിയിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. നല്ല സഹകരിക്കുന്നു, എല്ലാവരും നല്ല നാട്ടുകാരാണ്. വയനാട്ടിൽ നല്ല സംസാരം, എല്ലാവരും പെട്ടെന്ന് കമ്പനിയായി. എവിടെ പോകുന്നു, ഇനി പോകാനുള്ള സ്ഥലങ്ങൾ, ടൈമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഹട്ട് എത്താനായിട്ടുള്ള. ഇതും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ ടൈമായി കഴിഞ്ഞ് 6 മണി. പിന്നെ ഒന്നും ഓപ്പൺ ഉണ്ടാവില്ല, അതായത് അവരൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും ഓപ്പൺ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കൊള്ളക്കാലമുണ്ട്, എല്ലാം പെട്ടെന്ന് ഓഫാണ്. 5 മണി വരെ ഉള്ളൂ, ഒരു 6 മണി വരെ ഉള്ളൂ. പുറത്താണെങ്കിൽ അങ്ങനെ 7 മണി. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. അവിടെ നിന്ന് തന്നെ കാണാൻ ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാൻ പറ്റും. ഇവിടെ നേരെ ജീപ്പിൽ യാത്ര ചെയ്ത് ഷാബുഖാനൊക്കെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു ഹോട്ടൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നല്ലൊരു ഹോട്ടലും കാണിച്ചു തന്നു. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടെ നിന്ന് എടുത്ത് റൂമിലേക്ക് പോകുന്നതാണ് ഇത് കഴിഞ്ഞാൽ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ച് ഞങ്ങൾ നേരെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ കഫേ സാത്ത ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇത് ഞാൻ ഇടാൻ കാരണം ഞങ്ങൾ അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. അതായത് ഞങ്ങൾ വയനാട് റിസോർട്ട് ഹോട്ടലിലെത്തി. അതിൻ്റെ അടുത്തായിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരാളോട് സംസാരിച്ച് ഇങ്ങനെ നല്ല പെട്ടെന്ന് കമ്പനിയായി, നല്ല പെട്ടെന്ന് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, നല്ല സംസാരിക്കുന്ന ആളാണ്. നസീർക്ക എന്നാണ് ആളുടെ പേര്. അങ്ങനെ അവർ ഞങ്ങളെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റിയിരുത്തി ഒരുപാട് സംസാരിച്ച്. ഇത് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വയനാട്ട് സ്ഥലങ്ങൾ, മൈസൂർ, ഊട്ടി എല്ലാം കിലോമീറ്റർ, അതിൻ്റെ ഭംഗി എല്ലാം ഫോട്ടോ എടുത്ത് വെച്ച് അത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംസാരിക്കുകയും ഊട്ടിയിലൊക്കെ ബിസിനസ് ഉണ്ട് ആളാണ് നസീർക്ക. ഇപ്പോൾ ഇവർ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസമാണ് ഓപ്പൺ. ഞങ്ങളാണ് ഈ ഹോട്ടലിനകത്ത് മൊത്തമായിട്ടൊന്ന് കയറിയത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നസീർക്ക നിങ്ങളാണ് ഫസ്റ്റ് കയറുന്നത്. അവർ പിറ്റേ ദിവസം ഓപ്പൺ ആണെന്നാണ്. ഫുള്ള് വർക്ക്, അതായത് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഇൻഷാല്ലാ മാഷാല്ലാ നല്ല ബിസിനസ് ഉണ്ടായത് മതിയായിരുന്നു. ഇൻഷാല്ലാ ഉണ്ടാവും തീർച്ചയായും. ഞങ്ങൾ ഫസ്റ്റ് കയറി വീഡിയോ, അപ്പോൾ നസീർക്കാട് പറഞ്ഞ് ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നസീർക്കാനെ കോൺടാക്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ
അങ്ങനെ ഒരുപാട് സംസാരിച്ചനുസരിച്ച് നമുക്ക് ഊട്ടിയിൽ എവിടെ സ്ഥലം അങ്ങനെ ഇങ്ങനെ ഇത്ര മണിക്ക് പോയാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഈ പാസ് വേണ്ടി വരും, എല്ലാം ഞങ്ങളോട് സെറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഊട്ടിയിലത്തെ റൂമൊന്നും സെറ്റായിട്ട് ഇങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നസീർക്ക് സ്പോട്ടിന് ഒരാളെ വിളിച്ച് പിന്നെ തമിഴ് സംസാരിച്ച്, എൻ്റെ ഫ്രണ്ട്സാണ്, ഫാമിലി ഉണ്ട്, നന്നായി നോക്കണം അവരൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയ റേറ്റിൽ അടിപൊളി റൂം എന്നാണ് പറഞ്ഞ് നമുക്ക് അവിടെ എത്തിയാലേ അറിയുള്ളൂ. ഇൻഷാ അല്ലാ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അവിടുത്തെ റൂമിനെ കുറിച്ച് കാണിച്ചു തരാം, ഊട്ടിയിലെ റൂം കാണിച്ചു തരാം. ചെറിയ റേറ്റിൽ നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ അവരോട് ഞങ്ങളെ ഫാമിലിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല സെറ്റപ്പ് ആക്കി. ഇൻഷാ അല്ലാ ഈ ഹോട്ടൽ കാണില്ലേ ഇസത്താർ കഫേ റെസ്റ്റോറൻ്റാണ്, ഫാമിലി റെസ്റ്റോറൻ്റാണ്, നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ അവർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നലെ എന്തോ കോൺടാക്ട് ചെയ്തിരുന്നു, നല്ല കഴിഞ്ഞ് അവർ കുറച്ച് ഫോട്ടോസും കാര്യം ഇട്ട് തന്നിരുന്നു. നല്ല അറേബ്യൻ ഫുഡ്, ചൈനീസ് എല്ലാം ഉണ്ട് ഇതിൽ. അവരെ വേറെ ബ്രാഞ്ച് ഉണ്ട്, റെസ്റ്റോറൻറ്റ്, അവിടുത്തെ കഴിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എന്ത് വയനാട് സംബന്ധമായ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് പോകുന്നുണ്ട്. വയനാട് സംബന്ധമായ എന്തുണ്ടെങ്കിലും നസീർ ഖാനെ കോൺടാക്ട് ചെയ്യാം, എല്ലാം സെറ്റപ്പ് ആക്കി. മാഷാ അല്ലാ നല്ലൊരു സ്വഭാവമാണ്. മാഷാ അല്ലാ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞങ്ങളിപ്പോഴും കോൺടാക്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഒരുപാട് സംസാരിച്ച് പെട്ടെന്ന് നല്ല ഒരു ഈഗോ കാര്യങ്ങൾ അങ്ങനത്തെ ഇല്ലാത്ത മനുഷ്യമാണ്, നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, വയനാട് റിസോർട്ട് ഹോട്ടൽ. അപ്പോൾ ഇക്കാൻ്റെ മൊത്തം ഹോട്ടലൊക്കെ കണ്ടില്ല എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇക്കാന്ന് വയനാട് ഇങ്ങനെ ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ശനിയാഴ്ച ഞായറാഴ്ച കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബിസി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. ഇക്കാട് സംസാരിച്ച് ടൈം പോയതറിയില്ല, ഏകദേശം 9 മണി. ഞങ്ങൾ 8 മണിക്ക് എത്തി, 9:30 വരെ സംസാരിച്ച് തന്നെ ഒരുപാട് നല്ല സംസാരിക്കുന്നുണ്ട്. ഇതാണ് റിസോർട്ട് ഹോട്ടലിൻ്റെ റിസപ്ഷൻ, വയനാട് റിസോർട്ട് ഹോട്ടൽ. നല്ല ഇതാണ്, എവിടെയും നല്ല പെരുമാറ്റമുണ്ട്, ഞങ്ങളോട് നല്ല സഹകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ നല്ല സഹകരണമാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തീർച്ചയായും എല്ലാവരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ വരുന്നതായിരിക്കും, നെക്സ്റ്റ് ഊട്ടി വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. തീർച്ചയായും എല്ലാവരും കാണാം പ്ലീസ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടു ബി കണ്ടിന്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ നസീർ ഖാൻ എൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നസീർ ഖാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.